24 എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 23 ഞായറാഴ്ച, മിഥുനം 9 തീയതി. 24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനം ഇന്ന് തിരൂരിൽ നടക്കുകയാണ്. ബിയാൻകോ കാസൽ ഓഡിറ്റോറിയത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 24ന്റെ പ്രിയ അവതാരകർ ഉൾപ്പെടെ ഇന്ന് തിരൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഒപ്പം ഫ്ലവേഴ്സ് കുടുംബത്തിൽ നിന്നുള്ള കലാകാരന്മാരുടെ പരിപാടികളും ഉണ്ടാകും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രേക്ഷകരെ തിരൂരിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കിയാൽ, ഇന്ന് നടത്താനിരുന്ന നീറ്റ് PG പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കും. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. വീണ്ടും 2 പശുക്കളെ കൂടി കടുവ കൊന്നു. 2 ദിവസത്തിനിടെ കടുവയെ ആക്രമിച്ചത് 4 പശുക്കളെയാണ്. ഇതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിശദമായ വാർത്തയിലേക്ക്. ഇന്ന് നടത്താനിരുന്ന നീറ്റ് PG പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കും. വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അതിനിടെ പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം CBIക്ക് നിർദ്ദേശം നൽകി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിനിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലിനെ കേന്ദ്ര സർക്കാർ മാറ്റി. പുതിയ ഡയറക്ടർ ജനറൽ ഇന്ന് ചുമതലയേൽക്കും. R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ഈ പരീക്ഷ മാറ്റിവെച്ചത് ഇന്നലെ രാത്രിയിലാണ് വാർത്ത വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകും. ഒപ്പം തന്നെ ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ CBIക്ക് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? പ്രവിത, നീറ്റ് PG പരീക്ഷ ഇന്നായിരുന്നു നേരത്തെ പ്രവിത സൂചിപ്പിച്ചതുപോലെ നടക്കേണ്ടിയിരുന്നത്. അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നു എന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ദേശീയ പരീക്ഷാ ഏജൻസിക്ക് എതിരെ ഉയർന്ന ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നീറ്റ് PG പരീക്ഷയും ഇപ്പോൾ മാറ്റിവെക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും എന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങൾ അടക്കമുള്ളവ മുഖവിലക്കെടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. ഈ നീറ്റ് PG പരീക്ഷയിലും സമാനമായിട്ടുള്ള ചില അസ്വാഭാവിക നീക്കങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി എന്ന നിരീക്ഷണം വിദ്യാഭ്യാസ മന്ത്രാലയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷ നടക്കുന്നതിന് മുമ്പേ അതിന്റെ നടപടികൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള NDAയുടെ പുതിയ ഡയറക്ടർ ജനറൽ ചുമതലയേൽക്കുകയാണ്. പ്രദീപ് സിംഗ് ഖരോല ആണ് പുതിയ ഡയറക്ടർ ജനറലായിട്ട് ഇന്ന് ചുമതലയേൽക്കാനായിട്ട് പോകുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് നിലവില്. കർണാടക കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. വളരെ പ്രാഗൽഭ്യം ഈ ഒരു IAS ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ തെളിയിച്ചിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള സുമോദ് കുമാർ സിംഗിനെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് ഇന്നലെ ഈ വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ നീക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. CBI അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച നീറ്റിലും കൂടി CBI അന്വേഷണം ബാധകമാകുന്ന വിധത്തിലാണ് ഇപ്പോൾ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ദേശീയ തലത്തിലുണ്ടായ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വീണ്ടും സജീവമായും അന്വേഷണ വിധേയമായും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കവിത, ശരി. ഇന്ന് നടത്താനിരുന്ന നീറ്റ് PG പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതേസമയം തന്നെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം CBIക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിനിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലിനെ കേന്ദ്ര സർക്കാർ മാറ്റുകയും ചെയ്തിരുന്നു. R രാധാകൃഷ്ണനാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള NTAയുടെ പുതിയ ഡയറക്ടർ ജനറൽ ഇന്ന് ചുമതലയേൽക്കും. പ്രദീപ് സിംഗ് ഖരോലിയെ ഡയറക്ടർ ജനറലായി നിയമിച്ച് കേന്ദ്ര സർക്കാർ ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇന്ത്യൻ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് നിലവിൽ ഖരോല. 1985 ബാച്ച് കർണാടക കേഡറിലെ IAS ഓഫീസറും മുൻ സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയുമാണ്. നെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്ന സാഹചര്യത്തിലാണ് സുമോദ് കുമാർ സിംഗിനെ ഡയറക്ടർ ജനറൽ സ്ഥാനത്തുനിന്ന് മാറ്റിയത്. ഇനി വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. വീണ്ടും 2 പശുക്കളെ കൂടി കടുവ കൊന്നു. കേണിച്ചിറ മാളിയേക്കൽ ബെന്നിയുടെ തൊഴുത്തിൽ കെട്ടിയ പശുക്കളെയാണ് കടുവ കൊന്നത്. 2 ദിവസത്തിനിടെ തോൽപ്പെട്ടി 17 എന്ന കടുവ ആക്രമിച്ച് കൊന്നത് 4 പശുക്കളെയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. വയനാട്ടുകാരെ സംബന്ധിച്ച് അത്ര നല്ല വാർത്തയല്ല. പ്രത്യേകിച്ച് ഈ മേഖലയിൽ കടുവയുടെ ആക്രമണം സ്ഥിരമാകുന്ന പശ്ചാത്തലത്തിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഈ കൂട്ടിൽ കടുവ കുടുങ്ങിയില്ല എന്നുള്ളത് തന്നെയല്ലേ? പ്രവിത, കഴിഞ്ഞ 3 ദിവസമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് കേണിച്ചിറ എടക്കാട് മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 3 ദിവസത്തിനിടെ കൊന്നത് 4 പശുക്കളെയാണ്. ഇന്നലെയും ഇന്ന് പുലർച്ചെയും തൊഴുത്തിൽ കെട്ടിയിരുന്ന 3 പശുക്കളെ കടുവ ആക്രമിച്ചു കൊന്നു.
പുലർച്ചെ മാളിയേക്കൽ ബെന്നിയുടെ 2 പശുക്കളെയാണ് കൊന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി കിഴക്കേൽ സാബുവിന്റെ പശുവിനെയും കടുവ കൊന്നിരുന്നു. വ്യാഴാഴ്ചയാണ് ആദ്യ ആക്രമണം ഉണ്ടായത്. വ്യാഴാഴ്ച വൈകിട്ട് 3:30 തെക്കേ പുന്നാപ്പള്ളിയിൽ വർഗീസിന്റെ വയലിൽ കെട്ടിയിരുന്ന പശുവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. വെള്ളിയാഴ്ച ഈ ജഡം തിന്നാൻ, അതായത് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഏതാണ്ട് ആ സമയത്ത് തന്നെ ഈ ജഡം തിന്നാൻ വേണ്ടി കടുവ എത്തിയിരുന്നു. ക്യാമറ ട്രാപ്പിൽ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തോൽപ്പെട്ടി 17 എന്ന 10 വയസ്സുള്ള ആൺകടുവയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ കടുവ കൂട്ടിൽ കുടുങ്ങുന്നില്ല. എന്തായാലും വലിയ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ പുലർച്ചെ ഒരു ആട്ടിൻകൂട് തകർക്കാനും കടുവ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇത് ഈ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള കടുവയാണോ അതോ ഈ വനമേഖലയിൽ തോറ്റ കടുവയാണ്, അതായത് ഈ കോൺഫ്ലിക്റ്റ് ആനിമൽ എന്നുള്ള പട്ടികയിൽ വരുന്ന ഈ ടെറിട്ടറി പ്രശ്നങ്ങളുടെ മുകളിൽ ഇത് എന്തെങ്കിലും തരത്തിൽ അപകട ഉണ്ടായി ഇത് പുറത്തേക്ക് ഇറങ്ങി വന്ന കടുവയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അവിടെ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. പക്ഷേ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കാരണം ഇത് ജനങ്ങൾക്ക് ഭീഷണിയാകും എന്നുള്ളതാണ്. പക്ഷെ അതിന് നിയമപരമായ ഒട്ടേറെ സങ്കീർണത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കേന്ദ്ര വനം നിയമം ഉൾപ്പെടെ കടുവാ സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ളവ ഇതിന് വിലങ്ങുതടിയായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം മറുഭാഗത്തും ഉയരുന്നുണ്ട്. എന്തായാലും ഇതിനെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യം ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. പ്രവിത, സുർജിത്ത്, വലിയ ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക നിർദ്ദേശം നൽകുന്നുണ്ടോ? നിലവിൽ അത്തരം നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. 2 പേരാണ് ഇന്നലെ രാത്രി സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. രാത്രി തന്നെ വലിയ രീതിയിലുള്ള പൊസിഷൻ ഉണ്ടായിരുന്നു. കാരണം മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തുന്നില്ല എന്നുള്ള ആക്ഷേപം പൊതുവെ ഉണ്ട്. മാത്രമല്ല ഈ വയനാട് സൗത്തിനെ സംബന്ധിച്ചിടത്തോളം സുഗന്ധഗിരി വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ DFOയെ സ്ഥലം മാറ്റിയിരുന്നു. DFO ഷജന കരീമിനെ കാസർകോട്ടേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ വാളയാറിൽ ട്രെയിനിങ്ങിലുമാണ്. അതിന്റെ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നത്. കാരണം നയിക്കാൻ ഉദ്യോഗസ്ഥരില്ല. നേരത്തെ എല്ലാം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വയനാട് സൗത്ത് DFO ഉൾപ്പെടെയുള്ളവർ നേരിട്ട് പ്രദേശത്ത് എത്തുകയും ജനങ്ങളുമായി ചർച്ച നടത്തുകയും ആ വിഷയത്തിന് ഒരു കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇവരെ സ്ഥലം മാറ്റിയ ശേഷം പിന്നീട് ഒരു സ്ഥിരം ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന നടപടി ഉണ്ടായിട്ടില്ല. പാലക്കാട് ഉള്ള ACFനാണ് ഈ ജില്ലയുടെ ഈ വയനാട് സൗത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. ഈ സൗത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ചെതലയം ഈ റേഞ്ചിലുള്ള മേഖലകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി. കൃത്യമായ രീതിയിൽ തന്നെ അവർ കഴിഞ്ഞ 3 ദിവസമായി അവർ ഇതിന് പിന്നാലെയുണ്ട്. പക്ഷേ ഈ കടുവ കൂട്ടിൽ കയറുന്നില്ല, ഇതിനെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി. ഈ സ്ഥിരം ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നുള്ള ആവശ്യം കൂടി ഉയരുന്നുണ്ട്. പ്രത്യേക CCFന് ചുമതല നൽകിയ ജില്ല കൂടിയാണ് വയനാട്. പക്ഷേ ഈ സുഗന്ധഗിരി വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഷജന കരീമെ കൂടി ഇവിടെ ഉദ്യോഗസ്ഥ ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ ഇതിന്റെ ചുമതല കൃത്യമായ രീതിയിൽ തന്നെ വഹിക്കാൻ ഒരു സ്ഥിരം ഉദ്യോഗസ്ഥൻ ഇല്ലാത്ത ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ ഏകോപനത്തിന്റെ ഭാഗമായി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരം വിമർശനം കൂടി ഒരു കോണിൽ നിന്ന് ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പാലക്കാട് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നിലവിൽ ചുമതല. അത് കൃത്യമായ രീതിയിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥന് സ്ഥിരം ചുമതല നൽകുന്ന നടപടിയിലേക്ക് എന്നുള്ള ആവശ്യം കൂടി ജനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക, ബുദ്ധിമുട്ട് ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി പോലും ഉദ്യോഗസ്ഥർ എത്താൻ വൈകി എന്നുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായത്തിൽ ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം വനംവകുപ്പിനെതിരെ ഉന്നയിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിട്ടുണ്ട്. പ്രവിത, സ്വാഭാവികമാണ്. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ വലിയ രോഷത്തിലാണ്. ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നില്ല എന്നുള്ള പരാതിയാണ് ഇവർക്കുള്ളത്. വീണ്ടും 2 പശുക്കളെ കൂടി കടുവ കൊന്നു. കേണിച്ചിറ മാളിയേക്കൽ ബെന്നിയുടെ തൊഴുത്തിൽ കെട്ടിയ പശുക്കളെയാണ് കടുവ കൊന്നത്. 2 ദിവസത്തിനിടെ തോൽപ്പെട്ടി 17 എന്ന കടുവയെ ആക്രമിച്ച് കൊന്നത് 4 പശുക്കളെയാണ്. വിവരങ്ങളാണ് വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് നൽകിയത്. ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഗുഡ് മോർണിംഗ്. എത്രത്തോളം ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത്? പ്രവിധ, ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ഈ 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വടക്കൻ കേരളത്തിലാണ് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. കണ്ണൂര്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തെക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെങ്കിലും യെല്ലോ അലർട്ട് മാത്രമാണുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കാനാണ് സാധ്യത. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കാസർഗോഡ്, കണ്ണൂർ തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരി, സംസ്ഥാനത്ത് നിന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളാണ് അജീഷ് ജയകുമാർ നൽകിയത്. 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന് മലപ്പുറം ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. തിരൂർ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയം അതിഥികളെ വരവേൽക്കാൻ തയ്യാറായി. രാവിലെ 9 മണിക്ക് SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളെ ആദരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് പ്രേക്ഷക സമ്മേളനം. 24ന്റെ അവതാരകരും തിരൂരിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് തിരൂരിൽ നിന്ന്. ഷഹദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ മലപ്പുറത്ത് ആദ്യ ജില്ലാ സമ്മേളനം നടക്കുകയാണ് 24ന്റെ. ഏതൊക്കെ തരത്തിലാണ് ഒരുക്കങ്ങൾ? ഒപ്പം എത്രത്തോളം ആളുകളുടെ പങ്കാളിത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? എന്തൊക്കെയാണ് പ്രേക്ഷകർക്കായി നമ്മൾ ഒരുക്കുന്നത്? പ്രവിത, അങ്ങനെ നമ്മുടെ പ്രേക്ഷകരുടെ ഉത്സവത്തിന് കൊടിയേറാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വേണം പറയാൻ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മലപ്പുറത്തുള്ള തിരൂരിലാണ്. തിരൂർ ബിയാൻകോ ഓഡിറ്റോറിയത്തിന് മുൻപിലാണ്. ഇവിടെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന് മണിക്കൂറുകൾക്കകം തിരിതെളിയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സമ്മേളനം അത് വലിയ രീതിയിൽ നമ്മൾ കൊണ്ടാടിയിട്ടുള്ളതാണ്. വലിയ രീതിയിൽ പ്രേക്ഷക പ്രശംസയൊക്കെ പിടിച്ചു പറ്റിയ ഒരു പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടിക്ക് പുറകെയാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ടാണ് പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്, അല്ലെങ്കിൽ തിരിതെളിയുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ SKന്റെ മോർണിംഗ് ഷോ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് വാർത്താ ബുള്ളറ്റിനായിട്ടുള്ള മോർണിംഗ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. 7 മണിയോട് കൂടി SKN തുഞ്ചൻ പറമ്പിൽ നിന്നും മോർണിംഗ് ഷോയ്ക്ക് തുടക്കം കുറിക്കും. പിന്നീട് 9 മണിയോട് കൂടി നമ്മുടെ ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ബിയാൻകോ ഓഡിറ്റോറിയത്തിലേക്ക് വരും. ഇവിടെയാണ് നമ്മുടെ SSLCയിൽ, അതായത് ഉന്നത വിജയം നേടിയ അല്ലെങ്കിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്ക് നമ്മൾ അനുമോദനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങായിരിക്കും ആദ്യഘട്ടത്തിൽ, ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യഘട്ടത്തിൽ അതായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും സംഘടിപ്പിക്കുക. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ഒരു സ്വപ്ന ദിവസം, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ആ ഒരു സ്വപ്ന ദിവസം, പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം, അതിന് അല്പസമയത്തിനകം തിരിതെളിയും. അതായത് മോർണിംഗ് ഷോ ഇന്ന് ആരംഭിക്കുന്നത് പ്രത്യേക മോർണിംഗ് ഷോ ആണ്. അതുകൊണ്ട് തന്നെ മോർണിംഗ് ഷോയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്നാണ് മോർണിംഗ് ഷോ ആരംഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ തിരൂർ സ്റ്റേഡിയത്തിലേക്ക് പോകും. അവിടെ നമ്മളെ കാണാനായിട്ട് നിരവധി പേരാണ് കാത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ തിരൂർ മാർക്കറ്റിലേക്ക് പോകും. അവിടെയും നമ്മളെ കാത്ത നിരവധി പേര് തയ്യാറായി നിൽക്കുന്നുണ്ട്. തുടർന്നാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരിക. അതുപോലെ തന്നെ നമ്മുടെ അവതാരകരായിട്ടുള്ള അനുജ, അതുപോലെ തന്നെ ഹാഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ട്. അവിടെ പ്രേക്ഷകരുമായിട്ട് സംവദിക്കും. തുടർന്ന് ഈ 9 മണിയോട് കൂടി തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അതിനിടയിൽ 9 മണിയോട് കൂടി എത്തിച്ചേരും. 9 മണിക്കാണ് നമ്മൾ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള അനുമോദനം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പ്രവിധ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സിലെ താരങ്ങളുടെ കലാപരിപാടികളുണ്ട്, പാട്ടുണ്ട്, അതുപോലെ തന്നെ ഡാൻസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. അങ്ങനെ ഇതിനൊക്കെ പുറമെ തന്നെ ഒരുപാട് സർപ്രൈസുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന പ്രേക്ഷകർക്ക്, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെയായിട്ട് ഒരുപാട് സർപ്രൈസുകൾ നമ്മൾ ഈ ഒരു വരാൻ പോരുന്ന മണിക്കൂറുകളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസ്ഥാന സമ്മേളനം നമ്മൾ എങ്ങനെ കൊണ്ടാടിയോ അതിനേക്കാൾ മുകളിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ആവേശത്തിലാണ് നമ്മൾ ജില്ലാ സമ്മേളനം കൊണ്ടാടാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇനി നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അല്പസമയത്തിനകം തന്നെ ഈ SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള ഉൾപ്പെടെയുള്ള പരിപാടികൾ ആരംഭിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കും. രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും ഇതിനോടകം തന്നെ നമ്മൾ വിളിച്ച് കൺഫേം ചെയ്ത് വരാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും സമയവും ഒക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ ഷോ ഡയറക്ടറായിട്ടുള്ള ഉണ്ണി
ഉണ്ണികൃഷ്ണൻ ഇവിടെയുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഷോ ഡയറക്ടർ. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും നമ്മുടെ ഈ കഴിഞ്ഞ അടുത്ത മണിക്കൂറുകൾ പരിപാടി നടക്കുക. ഉണ്ണിച്ചേട്ടാ, അപ്പം നമ്മുടെ ആ ഒരു നിമിഷത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ നിൽക്കുമ്പോൾ പറയാനുള്ളത്? ഇല്ല, ഭയങ്കര നല്ല രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വന്നിട്ട് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. പിന്നെ അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഓക്കെ ആക്കിയിട്ടാണ് നമ്മളിവിടെ പോയത്. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ആദ്യം വരും. അപ്പോൾ SLC കുട്ടികൾക്കുള്ള ആദരവാണ് നമ്മൾ ആദ്യം നൽകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 2 മണിക്കാണ് നമ്മൾ ജില്ലാ സമ്മേളനം ആരംഭിക്കുക. ഒരുപാട് സർപ്രൈസുകളുണ്ട്. അവർക്ക് വരുന്ന എല്ലാവർക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്ത് വിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് മനസ്സും കയ്യും നിറഞ്ഞ് പോകാൻ പറ്റും. ആ രീതിയിലുള്ള സംവിധാനമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് പ്രവിത. അതായത് മനസ്സും കൈയും ഒരുപോലെ നിറഞ്ഞിട്ട് നമ്മുടെ ഈ ജില്ലാ സമ്മേളനത്തിൽ നിന്നും അവർക്ക് പോകാം, അല്ലെങ്കിൽ കുറെ കൂടി നമ്മളുമായിട്ട് അടുക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. അല്പസമയത്തിനകം SKൻ്റെ പ്രത്യേക മോർണിംഗ് ഷോ തിരൂർ തുഞ്ചൻപറമ്പിൽ നിന്നും ആരംഭിക്കും. ശരി ഷഹ, എന്തായാലും പ്രേക്ഷക സമ്മേളനം അടിച്ചു പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ് 24 ടീം. എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഇവിടേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. 24ന്റെ കരുത്ത് എന്നും നിങ്ങൾ പ്രേക്ഷകരാണ്. അപ്പോൾ തിരൂർ ബിയാൻകോ ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മറ്റു വാർത്തകൾ നോക്കാം. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജൂലൈ 3 വരെയാണ് സഭ സമ്മേളിക്കുക. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളന നടപടികൾക്ക് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ലോക്സഭയെ അഭിസംബോധന ചെയ്യും. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരുടെ സത്യപ്രതിജ്ഞ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് തുടർച്ചയായി നടക്കും. സ്പീക്കറെയും ഈ സമ്മേളനം തിരഞ്ഞെടുക്കും. രാജ്യസഭാ സമ്മേളനം ജൂൺ 27-നാണ് തുടങ്ങുക. ജൂലൈ 3-ന് അവസാനിക്കും. മാനന്തവാടി MLA OR കേളു ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമമാണ് വകുപ്പ്. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ വയനാട്ടിൽ നിന്നുള്ള ആദ്യ അംഗമാണ് മാനന്തവാടി MLA OR കേളു. മുൻ മന്ത്രി K രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലാണ് OR കേളുവിനെ മന്ത്രിയാക്കാൻ CPIM തീരുമാനിച്ചത്. ഇന്ന് വൈകിട്ട് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ OR കേളു പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് രാജ്ഭവൻ അധികൃതർ അറിയിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുതിർന്ന പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് OR കേളുവിന് നൽകാത്തതിൽ വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയർന്നിരുന്നു. മന്ത്രി VN വാസവനാണ് ദേവസ്വം വകുപ്പിന്റെ ചുമതല. പാർലമെന്ററി കാര്യം MP രാജേഷിനെയും ഏൽപ്പിച്ചു. വകുപ്പ് വിഭജനം സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും. 24 തിരുവനന്തപുരം. തൃശൂരിൽ ക്രൈസ്തവ സഭകൾ BJPയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടിയാണെന്ന് CPIM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലുള്ള വിലക്ക് നീക്കാമെന്ന് BJP ധാരണയുണ്ടാക്കിയെന്നതാണ് ആരോപണം. മണിപ്പൂർ വിഷയം തൃശൂരിൽ ഏശിയിലായെന്നും നിരീക്ഷണമുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. ഈ തൃശൂരിൽ ക്രൈസ്തവ സഭകൾ BJPയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടി എന്നതാണല്ലോ CPIM ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. എന്തൊക്കെ വിമർശനങ്ങളാണ് CPIM ജില്ലാ കമ്മിറ്റി ഉന്നയിക്കുന്നത്? പ്രവിത, ഇന്നലെ ചേർന്ന CPM ജില്ലാ കമ്മിറ്റിയിലാണ് രൂക്ഷ വിമർശനം ഉയർന്നത്. ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഏശിയില്ല എന്നുള്ളതായിരുന്നു ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും വിമർശനമായി ഉന്നയിച്ചത്. തൊട്ടു പിന്നാലെയാണ് ഈ ക്രൈസ്തവ സഭകൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന് ഉണ്ടായിരുന്ന വിലക്ക്, ആ വിലക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൃശൂരിൽ വിജയത്തിന് BJP ശ്രമിച്ചുവെന്നും അങ്ങനെയാണ് തൃശൂർ നൽകി പകരം വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള ഒരു നീക്കമാണ് ക്രൈസ്തവ സഭകൾ തൃശൂരിൽ നടത്തിയതെന്നുമുള്ള വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. അതുപോലെ തന്നെ ഈ മുസ്ലിം ഭൂരിപക്ഷ വോട്ടിലും വലിയ ചോർച്ചയുണ്ടായി. മുസ്ലിം വോട്ടുകളിൽ മുസ്ലിം വിഭാഗത്തിനിടയിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. അതായത് ഈ രാജ്യത്ത് വീണ്ടും BJP സർക്കാർ അധികാരത്തിലെത്തുകയാണെങ്കിൽ എന്താകും എന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതിൽ CPM-നെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താനായെങ്കിൽ പോലും പക്ഷേ ആ വോട്ട് ഗുണമായത് UDF-ന് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വിഭാഗം വോട്ട് കിട്ടി UDF എന്ന് പറയുന്നു. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായി എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അത് തിരിച്ചടിയായി എന്ന് ഭൂരിഭാഗം അംഗങ്ങളും പറഞ്ഞു. പെൻഷനും ഈ സപ്ലൈകോയിലെ പ്രതിസന്ധിയും എല്ലാം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആക്കം കൂട്ടി എന്ന് പൊതുവിൽ തന്നെ വലിയ രീതിയിൽ വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്. പ്രവിധ, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി യുവാക്കളെ 35-കാരി ഹണി ട്രാപ്പിൽ കുടുക്കിയതായി പരാതി. കാസർഗോഡ് കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തു. ഉദ്യോഗസ്ഥ ചമഞ്ഞും യുവതി തട്ടിപ്പ് നടത്തിയതായും സൂചനയുണ്ട്. എൻ്റെ ജിമ്മിലേക്ക് വന്നിട്ടാണ് പരിചയം വന്നത്. പിന്നെ ആ കല്യാണകത്ത് കാണിച്ചിട്ട് എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ. കൂടാതെ പല ആവശ്യങ്ങൾക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവലും അവിടെ ബില്ല് പേയ്മെൻറ്റ് ഞാൻ ചെയ്യുകയും ആണ് ഉണ്ടായത്. എനിക്ക് ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു 80,000 ചെക്ക്, പിന്നെ ഒരു 3,14,000 ചെക്ക്, പിന്നെ ഒരു 4,50,000 ചെക്കാണ് തന്നിട്ടുണ്ടായത്. ഈ ചെക്കെല്ലാം ബൗൺസായിട്ട് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ നമ്മളോട് ഒരു എന്തൊക്കെയോ പറഞ്ഞ് കള്ളം പറഞ്ഞു. ഞാൻ ഇവിടെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവൾ പറഞ്ഞു പൈസ തരാൻ പറ്റില്ല, നിന്നെ ഞാൻ കേസിൽ കൊടുക്കും. ഞാൻ കൊടുക്കുന്ന കേസ് എന്ന് പറഞ്ഞത് പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് റേപ്പ് ചെയ്ത് ഫുഡ് തന്നിട്ട് അതിൽ വിഷം കലർത്തിയിട്ട് എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് തന്നത് പറഞ്ഞു. താമസിച്ചത് ഇങ്ങനെ ഈ കേസിൻ്റെ പറഞ്ഞിട്ട് രാത്രിക്ക് വന്നിട്ടാകുമ്പോൾ പറഞ്ഞു രാവിലെ ഞാൻ പോകുമെന്ന് അറിഞ്ഞിട്ട് ഇവിടെ രാവിലെ ഇന്ന് രാത്രിക്ക് ഞാൻ നിൽക്കുന്നില്ലോ, രാവിലെ ഞാൻ പോകുമെന്ന് അറിഞ്ഞിട്ടാണ് വന്നിന്. 5 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. എന്നോട് പിന്നെ എൻ്റെ മാല മണിച്ചിട്ട് പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് ഞാൻ എടുത്തു തരും. പിന്നെ അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ടാണ് എൻ്റെതും അമ്മയുടേതും. ISRൽ ഞാൻ പണിയെടുക്കുന്നത്. 85,000 രൂപ ശമ്പളമുണ്ട്. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നിരവധി യുവാക്കളെ 35-കാരി ഹണി ട്രാപ്പിൽ കുടുക്കി എന്നതാണ് പരാതി. ഏതൊക്കെ തരത്തിലായിരുന്നു ഇവരുടെ തട്ടിപ്പ്? പ്രവിധ, ഈ പൊയ്നാച്ചിയിലുള്ള ഒരു ജിമ്മിലാണ് ആദ്യം ഇവർ എത്തിയത്. അവിടെ വെച്ച് യുവാവിനെ, അതായത് ജിമ്മിൽ ഇൻസ്ട്രക്ടറായ യുവാവിനെ പരിചയപ്പെടുന്നു. അതിനുശേഷം യുവാവിനോട് ഒരു വിവാഹ ക്ഷണക്കത്ത് കാണിക്കുന്നു. എന്നിട്ട് എന്റെ വിവാഹം ഉറപ്പിച്ചതാണ്, പക്ഷെ എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, എനിക്ക് താങ്കളെയാണ് ഇഷ്ടം എന്ന രീതിയിൽ യുവാവിനോട് പെരുമാറുന്നു. തുടർന്ന് അടുക്കുന്നു. അങ്ങനെയാണ് ഈ യുവാവിനെ യുവതി കൊടുക്കുന്നത്. ആ സമയത്ത് തന്നെ താൻ ISROയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്, തനിക്ക് വലിയ ഒരു തുക ശമ്പളമുണ്ട്, ഇപ്പോൾ താൻ ലീവ് എടുത്ത് നാട്ടിൽ നിൽക്കുകയാണെന്നൊക്കെ ഈ യുവതി പറയുന്നു. യുവതി കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖരനാണ്. 35 വയസ്സാണ് യുവതിക്ക് പ്രായം. നിരവധി യുവാക്കളെ ഇങ്ങനെ വലയിലാക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇതിൽ വലിയൊരു വിഭാഗം ആളുകളും പോലീസുകാരാണ്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ യുവതിയുടെ വലയിൽ കുടുങ്ങിയിരിക്കുന്നത്. പലപ്പോഴായി പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പരാതി പറയാനെത്തുന്ന ഈ യുവതി പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഈ വലയിൽ കുടുക്കുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഈ പൊയ്നാച്ചിയിലുള്ള ജിമ്മിലെ ഇൻസ്ട്രക്ടറെയാണ് ഈ യുവതി മംഗലാപുരത്തെത്തിച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ മംഗലാപുരം പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകുന്നു. തുടർന്ന് 28 ദിവസത്തോളം ഈ യുവാവ് അവിടെ ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് യുവാവ് ഈ വിവരമൊക്കെ പുറത്തു പറയുന്നത്. അങ്ങനെയാണ് ഇതിനൊരു വലിയ ശൃംഖലയുണ്ട്. അതായത് ഈ യുവതി വലിയ രീതിയിൽ ഒരു ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. ഈ ജിമ്മിൽ തന്നെ നിരവധി യുവാക്കളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. ഇവർക്കൊക്കെ വ്യാജ ചെക്കുകൾ നൽകി. ആ ചെക്കുകളൊക്കെ തന്നെ ബാങ്കിൽ പോകുമ്പോൾ ബൗൺസ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ യുവതി ചെയ്യുന്നത് ഒരു ഹണി ട്രാപ്പ് ആണ്. ഇത് വലിയൊരു ശൃംഖലയാണെന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നത് പ്രവിധ. എന്തായാലും ഈ കണ്ണൂർ, അതുപോലെ തന്നെ തൃശൂർ, കോഴിക്കോട് സ്വദേശികളായ നിരവധി പോലീസുകാർ ഈ വലയിൽ പെട്ടിരിക്കുന്നു. കാസർഗോഡ് സ്വദേശിയായ പോലീസുകാരനെ ഉൾപ്പെടെ ഈ വലയിൽ കുടുക്കാനുള്ള ഒരു ശ്രമം യുവതി നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഈ ISRO ഉദ്യോഗസ്ഥ ചമഞ്ഞാണ് പ്രധാനമായും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ശരി, ISRO ഉദ്യോഗസ്ഥയാണ് എന്നുള്ള വ്യാജേനയാണ് തട്ടിപ്പ് നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി യുവാക്കളെയാണ് 35-കാരിയായ യുവതി പറ്റിച്ചത്. കാസർഗോഡ് കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. CPIM-നെതിരെ RSP ലെനിനിസ്റ്റ് കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടും പരിഗണന ലഭിച്ചില്ലെന്നും CPIM വഞ്ചിച്ചുവെന്നും ആണ് പരാതി. ഔദ്യോഗികമായി LDF-ൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് RSP ലെനിനിസ്റ്റ് നേതാക്കൾ നാളെ മുഖ്യമന്ത്രിയെ കാണും. ഇതിനേക്കാൾ ഇടതുപക്ഷ ഒരു ചെങ്കൊടി പിടിക്കുന്ന പാർട്ടിയല്ലേ ഞങ്ങൾ. CPM CPIM കഴിഞ്ഞു കഴിഞ്ഞാൽ RSP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലാകമാനം ഒരുമിച്ച് നിൽക്കുന്നത്. യാതൊരു ഇടതുപക്ഷ മുന്നണിയിൽ അല്ലെങ്കിൽ ചെങ്കൊടിയുമായിട്ടോ ഇടത് ആശയങ്ങളായിട്ടോ ബന്ധമില്ലാത്തവർക്ക് പോലും വാരിക്കോരി കൊടുക്കുമ്പോൾ ആ ഘടന ഉള്ള ഒരു പാർട്ടിക്ക് യാതൊരു അംഗീകാരം കൊടുക്കാതെ മുന്നോട്ട് പോകാൻ എത്ര നാൾ ഇതിനകത്ത് പ്രവർത്തകരെ പിടിച്ചിർത്താൻ കഴിയും? CPIM-നോടും ഇടതുമുന്നണി നേതൃത്വത്തോടുമാണ് RSP ലെനിനിസ്റ്റ് നേതാക്കളുടെ ഈ ചോദ്യങ്ങൾ. ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ട് ആകെ കിട്ടിയത് കുന്നത്തൂർ സീറ്റ്. അത് MLA-യുടെ സ്വീകാര്യത കണക്കിലെടുത്ത് മാത്രമാണ്.
ചെങ്കൊടി പിടിക്കുന്ന തങ്ങൾക്ക് മുന്നണിയിൽ പോലും സംസാരിക്കാൻ അനുവാദമില്ല. 5 തവണ കുന്നത്തൂരിൽ നിന്ന് വിജയിച്ച MLA ആയ കോവൂർ കുഞ്ഞുമോന് അർഹമായ പരിഗണന നൽകിയില്ല. മന്ത്രിസഭാ പുനഃസംഘടനാ ഘട്ടത്തിലും പറഞ്ഞു പറ്റിച്ചു. ഇടതുമുന്നണിക്കൊപ്പം നിന്ന RSP ലെനിനിസ്റ്റിനെ CPM ചതിച്ചുവെന്നാണ് നേതാക്കളുടെ പരാതി. വഞ്ചിക്കുകയാണെന്ന് വേണം പദപ്രയോഗം ചേർക്കണമെന്ന്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 9 വർഷമായി RSP ലെനിനിസ്റ്റിനെ വഞ്ചിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിച്ചേർത്തു. മുന്നണി പ്രവേശനം എത്രയും വേഗം വേണമെന്നാണ് പ്രധാന ആവശ്യം. അർഹമായ മന്ത്രിസ്ഥാനം ലഭിക്കണം. അവസാന ഘട്ടമെന്ന നിലയിൽ നാളെ മുഖ്യമന്ത്രിയെയും മുന്നണി കൺവീനറെയും നേരിൽ കണ്ട് വിഷയം ഉന്നയിക്കുമെന്നും RSP ലെനിനിസ്റ്റ് നേതാക്കൾ പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ കമ്മിറ്റി കൂടി ആലോചിക്കും. ഗൗരവമായിട്ട് ആലോചിക്കും. മുന്നണി കൺവീനറെയും മുഖ്യമന്ത്രിയെയും അവസാനമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെയും മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ പ്രതീക്ഷയ്ക്കത്തുയരുന്നില്ലെന്ന് RSP ലെനിനിസ്റ്റ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. ക്ഷേമ പെൻഷനുകളിലെ കുടിശ്ശികയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചതും സപ്ലൈകോ അടക്കമുള്ള പൊതുവിതരണ സംവിധാനത്തിലെ ഗുരുതര വീഴ്ചകളും ജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയെന്നും മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ നിരാശാജനകമെന്നും RSP ലെനിനിസ്റ്റ് നേതാക്കൾ ആരോപിച്ചു. നവകേരള സദസ്സ് ഇടതുമുന്നണിക്കും സർക്കാരിനും ഏറെ ഗുണകരമായെങ്കിലും ലഭിച്ച അപേക്ഷകൾമേൽ നടപടിയെടുക്കാൻ വൈകിയത് ദോഷകരമായി ബാധിച്ചുവെന്നും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. 24 കൊല്ലം. ഇതോടെ പ്രഭാത വാർത്തകളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.